ഹല്ലേലൂയ. ദൈവനാമമായിട്ട് കാത്ത ദിവസത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വം കാണുവാനൊക്കെയും കർത്താവ് കൃപ ചെയ്യുന്ന ഓർത്ത് ഞാൻ ഇവിടെ സ്തുതിക്കുന്നു. ആരാധന വിശേഷിപ്പിക്കുകയും ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് തിരുവചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. തുടർന്ന് കേൾക്കുന്ന തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതൊരു അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് ഇന്നത്തെ ആഹാരം നമുക്ക് നൽകി തരുവാൻ നമ്മെ സഹായിക്കേണ്ടതിനായി കേൾക്കുന്നവർ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. വചനത്തിൻ്റെ പുതിയ ആഴങ്ങളും അതിൻ്റെ മിസ്റ്ററികളും ഒക്കെ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കാലയളവ് ഒരു വല്ലാത്ത കാലമാണ്. വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ കാലമാണ്. ജീസസ് നേരോടെ നിൽക്കുന്നവർക്കെല്ലാം പ്രയാസങ്ങൾ അതിശക്തമായുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്റെ മഹാകൃപയെ ഓർക്കുന്നു. സ്തോത്രം. അത് പിന്നെയും നമ്മുടെ മേൽ പെരുകി വരുവാൻ, യേശുവിന്റെ കൃപ നമ്മുടെ മേൽ പെരുകി വരുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള 7 വാക്യങ്ങൾ വളരെ പരിചയമുള്ള നിരവധി തവണ കേട്ട വചനങ്ങളാണ്. എങ്കിലും ഇന്ന് ദൈവാത്മാവിനെ നമ്മളോട് ഇടപെടും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാൻ വായിച്ചാട്ടെ. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടവ് കയറി അക്കരെ ബെഥസയിലേക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് യേശു കണ്ട് ഏകദേശം രാത്രി 4 യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നാൽ അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ യേശു അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റ് അമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരിക്കുന്നത് കണ്ടുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. നമുക്കറിയാം, ആലയിലെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോറ്റി ആലയിൽ അവർക്കെല്ലാം തൃപ്തിയായി ഭക്ഷണം കൊടുത്തു. തുടർന്ന് നമുക്കറിയാം, ഇതിന് മുകളിലുണ്ട് 12 കുട്ട മിച്ചം നിറച്ചെടുത്തു. സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ അത്ഭുത പ്രവൃത്തിയൊക്കെ അവിടെ നടത്തി. വന്ന പുരുഷാരത്തിനെല്ലാം അല്ലെങ്കിൽ സ്വർഗീയ ആഹാരം കൊടുത്തതിന് ശേഷം ഭൗതിക ആഹാരം കൊടുത്ത് അവരെ തൃപ്തിയോടെ പറഞ്ഞയച്ചതിന് ശേഷം ആലയിൽ തുടങ്ങുന്ന യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബെത്സയിലേക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. സ്തോത്രം. ബെത്സയിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ പോകുവാൻ നിർബന്ധിച്ച് അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് താൻ എന്ത് ചെയ്തു? താൻ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കയറിപ്പോയി. ജീസസ്. ഹല്ലേലൂയ. നമുക്കറിയാം, യേശുവിന്റെ പ്രാർത്ഥനകൾ പലപ്പോഴും ഹല്ലേലൂയ ശിഷ്യന്മാരെ കൂടെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിട്ടിട്ട് ഏകനായിട്ടാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അത് 4-ാം യാമം വരെയൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം ഹല്ലേലൂയ പകൽക്കാലം ചെയ്ത ഹല്ലേലൂയ പ്രവൃത്തികളെല്ലാം പിതാവുമായി ഷെയർ ചെയ്തിട്ട് അടുത്ത പകൽക്കാലത്തേക്കുള്ള ആലോചനകൾ പിതാവ് പറഞ്ഞ് ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതെല്ലാം പിതാവ് പറഞ്ഞു കൊടുത്ത് ജീസസ് ഹല്ലേലൂയ അങ്ങനെ
പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. അപ്പൊ യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. ശിഷ്യന്മാര് പടകിൽ കയറി ബെത്സയിദയിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ ആ വള്ളത്തിൽ അവരിങ്ങനെ പോകാനും തുടങ്ങി. ജീസസ് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കണ്ടു, നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു. സ്തോത്രം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് യേശു കണ്ടോ. യേശു മലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും യേശു ആത്മാവിലൊരു കാര്യം കണ്ടു. ബെത്സയിദയ്ക്ക് പോകാൻ ഇറങ്ങിയ ശിഷ്യന്മാർ എത്തിയില്ല, എങ്ങും എത്തിയില്ല. അവര് ആ വലിയ തടാകത്തിൽ കിടന്ന് വട്ടം കറങ്ങുന്നെന്ന് ആ യേശുവിന് മനസ്സിലായി. സ്തോത്രം. അങ്ങനെ തൻ്റെ പ്രാർത്ഥന 4-ാം യാമം വരെ നീണ്ടു. ജീസസ് പിതാവുമായുള്ള ആ സംസാരവും 4-ാം യാമം വരെ നീണ്ടു. അപ്പോ മറുവശത്ത് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇവരിങ്ങനെ തൊഴഞ്ഞ് വട്ടം കറങ്ങി വിഷമിച്ച് കിടക്കുകയാണ്. ഇവിടെ ഹല്ലേലൂയ, എങ്ങോട്ട് പോകുന്നില്ല. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ സ്തോത്രം, കാറ്റ് ഹല്ലേലൂയ സ്തോത്രം പ്രതികൂലമായിരുന്നു. തിരകളും പ്രതികൂലമായിരുന്നു. കാറ്റടിച്ചാൽ തിരകൾ വെള്ളം ഇളകും. സ്തോത്രം. അപ്പം കാറ്റ് വെള്ളത്തെ ഇളക്കി, തിരകളെ ഇളക്കി, ഇവരെ മുന്നോട്ട് കുറെ പോയാൽ ഉടനെ പുറകോട്ട് കൊണ്ടുവരും. അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എന്തെന്നാ പറഞ്ഞേ, 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ജീസസ്. ഹല്ലേലൂയ. യേശു കടലിന്മേൽ നടക്കുന്ന കണ്ടിട്ട് ഭൂതം എന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. കാരണം ഇവര് കടലിൽ നല്ല പരിചയമുള്ളവരാണ്. രാത്രികൾ മുഴുവനും വലയിറക്കുകയും മീൻ പിടിക്കുകയും ഒക്കെ ചെയ്ത് നല്ല പരിചയമുള്ളവരായതുകൊണ്ട് ഇങ്ങനെ ഒരാൾ പോകുന്ന പോലെ തോന്നിയാൽ അത് കടൽ ഭൂതമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവര് ഭൂതമാണെന്ന് കരുതി നിലവിളിച്ചത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരും യേശുവിനെ കണ്ട് പേടിച്ചുപോയി. ജീസസ് ആരാണ് തിരിച്ചറിയാൻ കഴിയാതെ അവർ പേടിച്ചുപോയി. ജീസസ്. ഹല്ലേലൂയ. ഉടനെ യേശു അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. സ്വതം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ സന്ധ്യാവേള സമയമായപ്പോഴേക്കും വിഷാരത്തെല്ലാം പറഞ്ഞു വിട്ടിട്ട് യേശു പ്രാർത്ഥിപ്പാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കല്ലായിരുന്നു, മലയിലേക്ക് കയറിപ്പോയി. ജീസസ്. ഹല്ലേലൂയ. ശിഷ്യന്മാരോ ഈ പടക് കയറിയിട്ട് ആ ബെത്സയിദയിലേക്ക് പോകുവാൻ അവരും പുറപ്പെട്ടു. ജീസസ്. ഇവര് പുറപ്പെട്ട് കുറെ കഴിഞ്ഞപ്പോൾ കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റടിക്കാൻ തുടങ്ങുക മാത്രമല്ല, കാറ്റ് വെള്ളത്തെ ഇളക്കി, അത് തിരയായി മാറി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇവരെ വട്ടം കറക്കിക്കൊണ്ടിരുന്നു. കുറച്ച് മുന്നോട്ട് പോയാൽ ഉടനെ തിരിച്ചു കാറ്റടിച്ച് ഇതിനെ പുറകോട്ട് കൊണ്ടുവരും. ഇങ്ങനെ ഇവരെ വട്ടം കറക്കിക്കൊണ്ടിരുന്നു. എന്നാൽ യേശു കർത്താവ് നമുക്കറിയാം എവിടായിരുന്നു? മലയുടെ മുകളിൽ ഇരുന്ന് ജീസസ് ആ പിതാവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ താൻ ആത്മാവിൽ കണ്ടു ശിഷ്യന്മാർ അപ്പുറത്ത് കിടന്ന് വട്ടം കറങ്ങുന്നത്. എന്നാൽ പിതാവുമായുള്ള ആ സംസാരം തീരുന്നത് വരെ താൻ വെയിറ്റ് ചെയ്തു. അത് 4-ാം യാമം വരെ എത്തി. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നാം മറുവശത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പുറത്ത് നാമും കർത്താവുമായുള്ള നല്ല ബന്ധത്തിലോ ഒരു പ്രാർത്ഥനയിലോ ഏതെങ്കിലും ദൈവവിഷയമായി എൻഗേജ്ഡ് ആയിരിക്കുന്നെങ്കിൽ അപ്പുറത്ത് എന്തും സംഭവിച്ചോട്ടെ, നമ്മൾ അവിടെ ശ്രദ്ധിക്കാൻ പോകരുത്. ജീസസ്. കാരണം നമ്മളോട് ഇടപെടുന്ന കർത്താവ് അതും കാണുന്നുണ്ട്. കാരണം വചനം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ നടക്കുന്നതും കിടക്കുന്നതും ദൂരത്തു നിലയിക്കുന്ന ദൈവം. ജീസസ്. അപ്പൊ മറുവശത്ത് ആദ്യം പ്രശ്നങ്ങൾ അധികരിക്കുന്നതും വല്ലാത്ത അവസ്ഥയിൽ എത്തുന്ന എല്ലാം ആര് കാണുന്നുണ്ട്?
കർത്താവ് കാണുന്നുണ്ട്. ജീസസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പുറത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിനെ തകിടം മറിക്കുവാൻ, പുറകോട്ട് പിടിക്കാൻ അപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ മുൻവശത്ത് എന്തൊക്കെ പ്രകടനങ്ങൾ പിശാച് നടത്തിയാലും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയരുത്, കർത്താവിലേക്ക് തന്നെ നിൽക്കട്ടെ. ഹല്ലേലൂയ. യേശു എവിടെ ഇരുന്നു? മലയിലിരുന്നു. ആ പിതാവുമായി ബന്ധപ്പെട്ടു. അതേ പ്രാർത്ഥനയാകുന്ന മലയിൽ കയറി അവിടെ ഇരിക്കട്ടെ. യേശുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ പ്രശ്നങ്ങൾ ശക്തമാക്കി കൊണ്ടുവരും. വേദനകളും ഭാരങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും ഒക്കെ ശക്തമാക്കി കൊണ്ടുവരും. ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത വരത്തിൽ പിടിച്ചു നിർത്തി വട്ടം കിടക്കുന്ന അനുഭവങ്ങൾ വെളിപ്പെടാം. പക്ഷേ മറക്കരുത്, കയറിയ മലയിൽ ഇറങ്ങി വരരുത്, സമയമാകാതെ. ഹല്ലേലൂയ. അപ്പൊ 4-ാം യാമം വരെ കർത്താവ് ഇത് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ സമയമായപ്പോൾ കർത്താവ് മനസ്സിലായി, അവരുടെ സംസാരം തീർന്നു, അവരുടെ പിതാവുമായുള്ള സംസാരം തീർന്നു. 4-ാം യാമമായി യേശു എന്ത് ചെയ്തു? കടലിന്മേൽ നടന്നു വന്നു. കടലിന്മേൽ, ഹല്ലേലൂയ, സ്തോത്രം. കടലിന്മേൽ നടക്കുന്നത് കണ്ടു. വെള്ളത്തിൽ കൂടെ നടന്നെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, കടലിന്മേൽ അഥവാ വെള്ളത്തിന്റെ മുകളിൽ കൂടെ യേശു നടന്നു വന്നു. ഹല്ലേലൂയ. ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ അപ്പുറത്ത് നിന്നുകൊണ്ട് മുക്കിക്കളയും, കാറ്റടിച്ച് ഭയങ്കര ബഹളമുണ്ടാക്കി ഇതെല്ലാം ഇപ്പൊ തകർത്ത് നാശമാക്കുമെന്ന് പറഞ്ഞ് അപ്പുറം നിന്ന് ബഹളം വെക്കാണ്. ഒരടി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഒരടി മുന്നോട്ട് പോയാൽ 2 അടി പുറകോട്ട് കൊണ്ടുവരും. അങ്ങനെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. കാറ്റ് അതുപോലെ വെള്ളത്തെ ഇളക്കി. ജീസസ്. എന്നാൽ ഈ വെള്ളത്തിന് മുകളിൽ കൂടാണ് ഈ പാല് വരുന്നത്, യേശു കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ ഇതുപോലെയാണെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ യേശു നടന്നു വരിക. ജീസസ്. അതിന്റെ മുകളിൽ കൂടെ അവിടെ ഹല്ലേലൂയ യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറിയതും, ഹല്ലേലൂയ യേശു അവിടെ ഇരുന്ന് പിതാവുമായി സംസാരിക്കുന്നതും യേശുവിനെ കാണുന്നുണ്ടെന്നുള്ളതും ഇവന് മറന്നുപോയി. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ കർത്താവുമായുള്ള ബന്ധവും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതും പലപ്പോഴും നമ്മൾ മറന്നുപോവുക. ഇവന് മറന്നുപോയി. വലിയ അത്ഭുതം കണ്ടാ വന്നത്, പക്ഷെ മറന്നുപോയി. പേടിച്ച് നിലവിളിക്കാൻ പറയും. യേശു വരുന്ന കണ്ടിട്ടും തിരിച്ചറിയാൻ കഴിയാതെ പോയി. കാരണം ഭൂതമാണെന്ന് പറഞ്ഞ് അവർ പിന്നെയും പേടിച്ച് നിലവിളിച്ചു. ജീസസ്. പലപ്പോഴും നമ്മുടേതായ പ്രതിസന്ധികളിൽ യേശു കടന്നു വരുന്നത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട്. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിൽക്കുന്ന ഈ കാലം, തുടക്കത്തിൽ പറഞ്ഞില്ല, ഇത് വല്ലാത്ത കാലം. മഹാമാരി വിട്ടുപോകാതെ നിൽക്കും. പ്രതികൂലങ്ങൾ അനവധിയായി വർദ്ധിക്കുന്നു. വിലക്കയറ്റങ്ങൾ വർദ്ധിക്കുന്നു. ഒന്നിനും ഒരു കൺട്രോൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ജീസസ്. ഹല്ലേലൂയ. ഭരണാധികാരികൾ പലപ്പോഴും വേണ്ടത് ചെയ്യാൻ കഴിയാതെ അവരും ആ പോകുന്നവരെ പോട്ടെ എന്നുള്ള മനോഭാവത്തിൽ നിൽക്കുകയാണ്. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിന്റെ മധ്യത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന അവരുടെ മുന്നിലുണ്ട് ഇഷ്ടംപോലെ പ്രതികൂലങ്ങൾ. പക്ഷേ ഇതാ നിങ്ങളുടെ 4-ാം യാമമാകുമ്പോൾ യേശു അതിന്റെ മുകളിൽ കൂടെ വരിക. അതിന്റെ മുകളിൽ പെട്ടെന്ന് പ്രത്യക്ഷനാകില്ല, ഇതിന്റെ മുകളിൽ കൂടെ വരിക. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. സ്തോത്രം. അപ്പോ ആദ്യം അവർ പേടിച്ചു, ഭ്രമിച്ചു. ഉടനെ യേശു സംസാരിച്ചു. പ്രിയമുള്ളവരെ, കലങ്ങിയിരിക്കുകയാണ്. മനസ്സ് കലങ്ങിയിരിക്കുകയാണ്, ഭാരപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുക. ധൈര്യം തരുവാൻ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ മഹാമാരി തുടങ്ങിയ നാളുകളിൽ നമുക്കറിയാം, ലോക്ക്ഡൌൺ, രാജ്യം മുഴുവൻ ലോക്ക്ഡൌൺ ആക്കി. ഒരുപാട് പ്രശ്നങ്ങൾ. തുടക്ക ദിവസങ്ങളിൽ കുറെ ദിവസങ്ങൾ അടുപ്പിച്ച് വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട. ജീസസ്.
ഇന്നുവരെയും കർത്താവ് സൂക്ഷിച്ചു. ആലയിൽ പലരുടെയും അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചവരുടെ മുമ്പിൽ പോയി നിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട് ജീസസ്. എന്നാൽ കർത്താവ് അവിടെ എല്ലാം സൂക്ഷിച്ചു. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തര. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിനോട് പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട. സ്വത്രം. ഹല്ലേലൂയ. അല്ലേ, അപ്പോഴും കാറ്റ് അമർന്നില്ല, തിര ശാന്തമായില്ല. സ്വത്രം. അതിങ്ങനെ ഇളകി കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ നടുവിൽ നിന്നോട്ടാ പറയുന്നേ, ഭയപ്പെടേണ്ട, ഞാനാകുന്നു ജീസസ്. എന്നിട്ട് ഹല്ലേലൂയ, സ്വത്രം. പിന്നെ യേശു അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി, കാറ്റമർന്നു. ജീസസ്. ഹല്ലേലൂയ. അവരുടെ അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, പേടിച്ചിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. യേശു അടുക്ക വന്ന് നിന്നുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്, ധൈര്യപ്പെടുകയും ഭയപ്പെടേണ്ട, ഞാനാകുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് കാലെടുത്ത് പടകിൽ വെച്ച നിമിഷം കാറ്റ് വിട്ടുപോയി. ഇതേപോലെ കണ്ടില്ല. അതുവരെ കോളുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാറ്റ് നിമിഷം, പടകിൽ കാല് വെച്ച നിമിഷം ദേശം വിട്ടുപോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം എത്തി നിൽക്കുന്ന ഈ കാലം, ഇതുപോലത്തെ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഐശാരിക മണ്ഡലം മുഴുവനത്തോടെ പോരാടുകയാണ്. ജീസസ്. എവിടെ പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങളുണ്ടോ, എവിടെ വിശ്വസ്തയോടും വിശുദ്ധിയോടും വേർപാടോടും കൂടെ യേശുവിന് വേണ്ടി നിൽക്കുന്നവരുണ്ടോ, അവരെ വല്ലാത്ത ഞെരുക്കുവാൻ, കഷ്ടത്തിലാക്കുവാൻ, അവരുടെ ആ ദർശനത്തിൽ നിന്ന് അവരെ പുറകോട്ട് കൊണ്ടുപോകുവാൻ, നിത്യതയുടെ ലക്ഷ്യത്തിൽ നിന്ന് അവരെ തെറ്റിക്കുവാൻ, ആ ഇങ്ങനെ കാറ്റടിപ്പിച്ച് തിരമാല ഇളക്കി വല്ലാതെ പോരാടുന്നുണ്ട്, വല്ലാതെ പോരാടുന്നുണ്ട്. ആരെയും അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതൊന്നും വരത്തില്ല, ഇതെല്ലാം നിങ്ങളെ വിട്ടുപോകും. പക്ഷെ മറക്കണ്ട, നിങ്ങളുടെ അന്ത്യം നരകമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. എന്നാൽ അപ്പുറത്ത് നിന്ന് ബഹളം വെക്കുന്ന ഈ കാറ്റും തിരുമാലയും കണ്ടിട്ട് ഹല്ലേലൂയ, ശിഷ്യന്മാരെ ഇതുപോലെ നിലവിളിക്കാതെ, ഭയപ്പെടാതെ, ഭ്രമിച്ചു പോകാതെ, യേശു എന്നെ കാണുന്ന ഒരുവനുണ്ട്, എന്നെ വിളിച്ചവനുണ്ട്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ആ കർത്താവ് എന്നെ കാണുന്നുണ്ട്. ഇതിനകത്ത് എന്നെ മുക്കിക്കളയത്തില്ലെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ യേശു അടുക്കൽ വരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. ഈ കാലത്ത് നാം കടന്നു പോകുന്ന ഈ അനുഭവങ്ങളുടെ മധ്യത്തിൽ അതിന്റെ മുകളിൽ കൂടിയാണ് യേശു വരുന്നത്. കാരണം യേശു ആ നമ്മുടെ ജീവിത പടകിലോട്ടൊന്ന് കാലി വെച്ചാൽ ഇതെല്ലാം ആ നിമിഷം ശാന്തമാകും, ശാന്തമാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത പടകിൽ യേശുവിനെയും കൂടെ കൊണ്ടുപോകുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും, വളരെ ഉത്സാഹത്തോടെ നമുക്കായിരിക്കും. ജീസസ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഇടവിൽ നിൽക്കുന്ന, മധ്യസ്ഥത അണയ്ക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. വിശാൽ എത്ര പോരാടി നമ്മളെ വിഷമിപ്പിച്ചാലും 4-ാം യാമത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി. ആ പ്രതികൂലത്തിന്റെ മുകളിൽ കൂടെ യേശു കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കടന്നു പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ തന്നെ ശോധിക്കുന്നതും നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്നതുമായിരിക്കും. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച, ലോകത്തിന്റെ പ്രതികൂലങ്ങളെ ജയിച്ച യേശു കർത്താവാണ് പറയുന്നത്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം പട്ടുമത്തെ അല്ല പ്രിയമുള്ളവരെ. അവിടെ എന്നും കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മളെ തകർത്ത് കളയാനല്ല, അതിൽ കൂടെ ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശോധന ചെയ്ത് പൊന്നുപോലെ പുറത്തുണ്ട്. നമ്മൾ വരുന്ന വായിക്കുന്നുണ്ട്, അവിടെ കുറെ പണികളെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും
മരം കണ്ടു, ഹല്ലേലൂയ, അങ്ങനെയുള്ള കുറേ പണികളെ കുറിച്ച് പറയുന്നു. പക്ഷെ ഈ പണികളെല്ലാം എന്ത് ചെയ്യും? തീക്കകത്തൂടെ കടത്തിവിടും, വെന്തുപോകും. പിന്നെ ഒന്നും കാണത്തില്ല. എന്നാൽ സ്വർണമോ വെള്ളിയോ ആണെങ്കിൽ അത് ആ തീക്കകത്ത് ഒന്നുകൂടെ ഉരുകിയിട്ട് ഏറ്റവും ശോഭയുള്ളതായി പുറത്തു വരും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ജീസസ് ഹല്ലേലൂയ. ജയമെടുക്കും. നമ്മളിവിടുന്ന് മാറ്റപ്പെടുന്നവരെയും നമ്മളോട് പോരാട്ടങ്ങളുണ്ട്. അല്ലേ, നമുക്കിവിടെ അല്ല സ്വസ്ഥത, വാഗ്ദത്ത കനാലിലാണ്. അവിടെയാണ് നമ്മുടെ സ്വസ്ഥത വെച്ചിരിക്കുന്നത്. ജീസസ് അവിടെയുള്ള സന്തോഷത്തിന്റെ അനുഭവമാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. കാരണം ഈ ലോകം പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് ദൈവത്തിന് ജനത്തോട് എപ്പോഴും ഒരു പോരാട്ടമാണ്. ജീസസ് ഹല്ലേലൂയ. കണ്ടോ, യേശു പ്രാർത്ഥിക്കാൻ കയറിയെന്ന് മനസ്സിലായ ഉടനെ ആരെയും പിശാച് ചെയ്തു? കാറ്റടിപ്പിച്ചു, തിരമാല ഇളക്കി. പക്ഷേ തിരമാല ഇളകി കാറ്റടിച്ചെങ്കിലും വെള്ളം മുങ്ങിപ്പോയോ? ഇല്ല. കാരണം അപ്പുറത്തിന് ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. ജീസസ് അപ്പുറത്തിന് ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. പ്രിയമുള്ളവർ, ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, ഈ മഹാമാരിയുടെ അനുഭവങ്ങൾ, 2-3 പ്രാവശ്യമൊക്കെ കോവിഡ് വന്നവരുണ്ട്. എന്നാൽ കൃപയാൽ ദൈവം അവരെ നടത്തുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അനവധി പേരുണ്ട്. ആ അനവധി പേർ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റ് വിവിധങ്ങളായ രോഗങ്ങളുള്ളവർ പോലും 2 പ്രാവശ്യം വന്നിട്ട് കർത്താകൃപയാൽ നടത്തുന്നവരുണ്ട്. മരുന്ന് ഒരാളാണ്. നന്നായി അറിയാവുന്ന ഒരാൻറ്റി മരുന്ന് എടുക്കത്തില്ല. 2 പ്രാവശ്യം കോവിഡ് വന്നിട്ട് ഒരു മരുന്നും കഴിക്കാതെ രക്ഷപ്പെടുത്തിയ ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് നോക്കുകയും. അങ്ങനെയെങ്കിൽ ഈ പിശാച് കാറ്റിളക്കി വിട്ടാൽ, തിരമാല ഇളക്കി വിട്ടാൽ, അതിനകത്ത് നമ്മൾ ചാഞ്ചാടിയാലും വട്ടം കറങ്ങിയാലും അപ്പുറത്ത് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കർത്താവ് അത് കാണുന്നുണ്ട്. ജീസസ് ആ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീസസ് ഇവിടെ വേറെ ഒരു കാര്യങ്ങളെ പറയുന്നുണ്ട്. യേശു കടലിന്മേൽ നടന്നു വന്നിട്ട് ഇവര് കടന്നു പോകാൻ ഭാവിച്ചു. കണ്ടോ? ഹല്ലേലൂയ. ഇവരുടെ മനോഭാവവും ഇവരെങ്ങനെ അത് കാണുന്നു, ഫേസ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ഭാവിച്ചു, കടന്നു പോകാൻ ഭാവിച്ചു. അപ്പൊ ഒന്നുകൂടി ഇവർക്ക് ഉറപ്പായിട്ട് ഭൂതം മനസ്സിൽ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരിക്കും, യേശു എന്നെ കാണുന്നില്ലേ, യേശു ഈ പ്രയാസങ്ങൾ കാണുന്നില്ലേ, ഈ കഷ്ടങ്ങൾ കാണുന്നില്ലേ, കണ്ടിട്ട് എന്നെ ഒന്നും മിണ്ടാത്ത, അല്ലേ ഞാൻ ഇത്രയും നിലവിളിച്ചിട്ട് എന്നെ ഒന്നും മിണ്ടാത്ത. ചില സമയത്ത് മിണ്ടത്തില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ആ സമയം വരെ മിണ്ടത്തില്ല. ആ സമയമാകുമ്പോൾ മിണ്ടും. അതൊരു മിണ്ടൽ തന്നെയായിരിക്കും. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. ജീസസ് ഹല്ലേലൂയ. യേശു കടലിന്മേൽ നടക്കുന്ന കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ചു, നിലവിളിച്ചു. എല്ലാവരും ഈ കാഴ്ച കണ്ട് പേടിച്ചു, ഭയന്നു പോയി. വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പേടിച്ച് ഭയന്നു പോകുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എന്നെ കാണുന്ന കർത്താവ് ഇത് കാണുന്നുണ്ടെന്നുള്ളതും അവർ ഓർക്കത്തില്ല അന്നേരം. കാരണം അതുപോലെ പേടിച്ചു പോയി. ജീസസ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു കാര്യം മറക്കരുത്. വിളിച്ച കർത്താവ്, രക്ഷയുടെ അനുഭവം തന്ന കർത്താവ്, നിത്യതയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കർത്താവ്, നമ്മൾ ചേർന്നാ നിൽക്കുന്നെങ്കിൽ, വിശ്വസ്തരായിട്ടാണ് നിൽക്കുന്നെങ്കിൽ നമ്മളെ മറികടന്ന് പോകത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ജീസസ്. ഓ ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ.
അന്ന് എഴുതിയിരിക്കുന്ന ഈ സംഭവങ്ങൾ വാസ്തവത്തിൽ ഇന്നത്തേനാണ് അതിന്റെ പ്രസക്തി വെളിപ്പെടുന്നത്. അതിനേക്കാൾ കഠിനമേറിയ നാളുകളിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ഏത് സമയത്തും നമ്മളിപ്പോൾ സുഖമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറി മറിയും. ക്ഷാമം വരാം, യുദ്ധങ്ങൾ വരാം, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതൊക്കെ സംഭവിക്കാം. ഹല്ലേലൂയ. പീഡനങ്ങൾ വരാം. ഹല്ലേലൂയ. എന്നാൽ അവിടെ എല്ലാം മറക്കണ്ട, ആ കർത്താവ് സൂക്ഷിക്കുന്നവരെ കർത്താവ് സൂക്ഷിച്ചിരിക്കും. ജീസസ് ഒന്നും അവർക്ക് വീടും വരുത്തുന്നില്ല. നമുക്ക് ഏലിയാവിന്റെ കാലത്ത് ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് 7000 പേരെ ഗുഹകളിലും പിളർപ്പുകളിലും ഒക്കെ ആക്കി താമസിപ്പിച്ച് അവർക്ക് വേണ്ടി ആഹാരം കൊടുത്ത് ഊറ്റിയ ദൈവം. ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങൾ പാർത്തിരുന്ന ശമരി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഭൂരിപക്ഷം ഭൂഭാഗം ഹല്ലേലൂയ ഇസബേലിയ വ്യാപാരത്തിന്റെ, അസ്തരോത്ത് വ്യാപാരത്തിന്റെ 2 സ്ത്രീ ശക്തികളുടെ ശക്തമേറിയ ആധിപത്യത്തിന്റെ കീഴിലായി രാജ്യം ദൈവത്തിന് വളരെ കോപം ജനിക്കുമാർ, ക്രോധം വരുമാർ, മ്ലേച്ഛതയും വിഗ്രഹാരാധനയും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്ത് തകർന്ന തരിപ്പണമായ സമയത്ത് ആ ഇസബേലിയ വ്യാപാരം അതിശക്തിയോടെ ദേശത്തെ വാഴുമ്പോൾ അതിൻ്റെ ഇടയിലും ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ സൂക്ഷിച്ച ദൈവം ഒറ്റ വ്യക്തിയെ കൊണ്ടാണ് അവർക്കെല്ലാം ആഹാരം കൊടുത്തോണ്ടിരുന്നത്. ദൈവത്തിന്റെ കരുതലും പരിപാടി. അങ്ങനെയെങ്കിൽ ഈ നാളുകളിലും അതുപോലെ കഠിനമേറിയ നാളിലായി നമ്മൾ നിൽക്കുന്നു. ഭയങ്കരമായി ഒരു വശത്ത് മഹാമാരി, മറുവശത്ത് പിന്നെ ആ കൂട്ടത്തിൽ അനവധി പേരില്ലാത്ത രോഗങ്ങൾ, അനവധി പനികൾ, എന്തൊക്കെ പനികളാണ് വന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അതാണ് ഒരു വശം. മറുവശത്ത് പിശാച് മുഴുവനത്തോടെ പോരാടും. പല നിലകളിൽ പലരെ കരങ്ങളിൽ എടുത്ത് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം അങ്ങ് ആദ്യം മുള്ളു വന്ന് കുത്തി ഞെരുക്കുന്നത് പോലെ ഹല്ലേലൂയ തന്റെ ജനത്തെ നോവിപ്പിക്കുവാൻ, ക്ഷീണിപ്പിക്കുവാൻ, കുത്തി വേദനിപ്പിക്കുവാൻ തക്കവണ്ണം പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു പോരാടുമ്പോൾ 7000 പേരെ പോഷിപ്പിച്ച ദൈവം തന്റെ ജനത്തെ പോഷിപ്പിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാറ്റിന്റെ അനുഭവമോ തിരമാലയുടെ അനുഭവമോ കണ്ട് ഭയപ്പെടേണ്ട, ധൈര്യത്തോടെ ഇരിക്കുക. നമുക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്ന യേശു കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ. സമയമാകുമ്പോൾ ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിത പടകിൽ കാലെടുത്തു വെക്കും. ആ നിമിഷം പിന്നെ പിശാചിനെ കാണുകയില്ല. ജീസസ്. കാറ്റും കഴിഞ്ഞു, തിരമാലയെല്ലാം കഴിഞ്ഞു, അവരെല്ലാം വിട്ടുപോയി, എല്ലാം ശാന്തമായി. മറ്റൊരു വേഗത ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവർ എവിടെ പോകാൻ ഇറങ്ങി അവിടെ അങ്ങ് എത്തിച്ചേർന്നു. യേശു വടകിൽ കയറിയ നിമിഷം കൊണ്ട് തന്നെ അവരെവിടെ പോകാൻ ഇറങ്ങിയോ അവിടെ എത്തി. ഇപ്പൊ ഇവിടെ ബെത്സയിലേക്ക് പോകാൻ ഇറങ്ങി, ബെത്സയിദിൽ അവിടെ എത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, നമ്മളെ 107 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവരാഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. കണ്ടോ, ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിക്കുന്ന കർത്താവ് ഈ നാളുകളിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് വിടാതെ നമ്മളെ ഞെരുക്കുന്നു, കഷ്ടത്തിലാക്കുന്നു. വൈശാലിക പ്രവർത്തികൾ കണ്ട് മനസ്സു തഴമ്പിച്ച് മനസ്സ് മടുത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇറങ്ങി വരുന്ന യേശുവിന്റെ അസാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തുക മാത്രമല്ല, ധൈര്യപ്പെടുത്തുക മാത്രമല്ല, ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കൊണ്ട് എത്തിക്കുന്ന വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്ന്
പ്രാർത്ഥനയിൽ പോരാടുവാൻ മനസ്സ് വെക്കുമോ? യേശു ആ മലയിൽ കയറിയതുപോലെ പ്രാർത്ഥനയുടെ മലയിൽ നമുക്കൊന്ന് കയറാം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മലയിൽ നമുക്കൊന്ന് കയറാം. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടെ ഇരിക്കുമ്പോൾ ചില ദർശനങ്ങൾ, ചില ആലോചനകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. പ്രാർത്ഥനയുടെ മലയിൽ ഒന്ന് കയറിക്കേ, പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചനകൾ അറിയിക്കും, ദർശനങ്ങൾ തരും, വെളിപ്പാടുകൾ തരും. ഹല്ലേലൂയ. വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ നമ്മളെ അറിയിക്കും. അതുല മറുഖേ റഗനനെ അജമന ഘടകവർ അന്ധര ഘടകന ഔഡപ്രവരക റംശേറവരെ ഹല്ലേലൂയ. രേഖത്താൽ ജയമെടുക്കുന്നു. ഈ പ്രാർത്ഥനയുടെ മല കയറുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് കൊണ്ടാണ് കാറ്റും തിരമാലയും കാണുമ്പോൾ ഭ്രമിച്ചു പോകുന്ന, അല്ലെങ്കിൽ പേടിച്ചു പോകുന്നത്. ഹല്ലേലൂയ. ഈ നാളുകൾ തന്നെ ഭ്രമിക്കാനും പേടിക്കാനും ഒക്കെയുള്ള നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ അവിടെ അതിന്റെ മധ്യത്തിൽ പ്രാർത്ഥനയുടെ മലയൊന്ന് കയറുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ വിടുതലുകൾ, അത്ഭുതങ്ങളൊക്കെ കാണുവാനിടയാകും. എല്ലാത്തിലുപരി പരിശുദ്ധാത്മാവ് ഹൃദ്യമായ ആലോചനകൾ നമ്മളെ അറിയിക്കുവാനിടയാകും. ഇരമ്യാ 33:3 നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കാം. തുടക്കം നോക്കിയേ. നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രാർത്ഥനയുടെ മല കയറാമോ? ജീസസ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്ന കണ്ടു, നീ അറിയാത്ത മഹത്വമേറിയ കാര്യങ്ങൾ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും, ഞാൻ നിന്നോട് അറിയിക്കും. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയുടെ മല കയറി വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മഹത്വമേറിയ കാര്യങ്ങൾ, ഗ്ലോറിയസ് ആയിട്ടുള്ള മഹത്വമേറിയ കാര്യങ്ങൾ, ജീസസ്. അതുകൊണ്ടാണ് പിന്നെ പറയുന്നത്, കണ്ണ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള. ഓ ജീസസ്. അവൻ ഈ മറുപടികൾ വരുമ്പോൾ നമ്മൾ പിന്നെയും 4:19 പറഞ്ഞു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ, ഗ്ലോറിയസ് ആയിട്ടുള്ളത്, മഹത്വത്തോടെ. ഇവിടെ അത് ഞാൻ പറയുന്നത്, നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിനക്ക് ഇന്നു വരെ അറിയാത്തതായ മഹത്വമേറിയത്, പോരാ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഞാൻ നിന്നെ അറിയിക്കും. പ്രാർത്ഥനയുടെ മലയിൽ കയറാൻ താല്പര്യമുണ്ടോ? താഴെ പ്രാർത്ഥനയുടെ മലയിൽ ഇരിക്കുമ്പോൾ താഴെ എന്തുണ്ട്? കൊടുങ്കാറ്റുണ്ട്, തിരമാലയുണ്ട്. മുന്നോട്ട് വിടാതെ മുന്നോട്ട് വിടാതെ പോരാടിക്കൊണ്ടിരിക്കും. പക്ഷേ നീ ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. 4-ാം യാമത്തിൽ ഇറങ്ങി വരുമ്പോൾ ഇതുവരെ പോരാടി നിന്നതിന്റെ മുകളിൽ കൂടി ഇറങ്ങി വരുന്നേ. ജീസസ് എങ്ങനെ വരുന്നേ? മഹത്വത്തോടെ. ജീസസ് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി, യേശുവിന്റെ കരുത്തിന്റെ പ്രവൃത്തി അതിശക്തിയോടെ വെളിപ്പെടുന്നത് കാണുവാനിടയാണ്. Thank you, Holy Spirit. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. പ്രാർത്ഥനയുടെ മലയിൽ കയറി ഹല്ലേലൂയ
അഥവാ ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മതലത്തിൽ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥനയുടെ തലങ്ങൾ കയറുവാൻ കഴിഞ്ഞാൽ മഹത്വമേറിയത്, ദ ഗ്ലോറിയസ് സ്പ്ലെൻഡറസ് സിസ്റ്റം എന്ന് പറയും, മഹത്വമേറിയത് വെളിപ്പെട്ടു വരുന്ന കാണുവാനിടയാകും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന കാരണം അറിയാമോ? ഈ കാലത്തിന്റെ കുറെ കൂടെ കഴിയുമ്പോഴേക്കും ദൈവത്തിന്റെ 7 ആത്മാക്കളുടെ പകർച്ച വെളിപ്പെടും. ആ 7 ആത്മാക്കളുടെ പകർച്ചയിൽ ഈ പ്രാർത്ഥനയുടെ മല കയറിയിരിക്കുന്ന വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നത് മഹത്വത്തിന്റെ അനുഭവങ്ങളാണ്. ഗ്ലോറി ഓഫ് ജീസസ്. ഹല്ലേലൂയ. മഹത്വത്തിന്റെ അനുഭവങ്ങൾ സാധാരണ ലെവലല്ല, സാധാരണ ലെവലല്ല. നോക്കിക്കേ, ഹല്ലേലൂയ. യേശു പ്രാപ്ത മലയിൽ ഇരിക്കുമ്പോൾ താഴത്തെ ലെവലിലാണ് എന്ത് നടക്കുന്നത്? കൊടുങ്കാറ്റും തിരമാലയും നടക്കുന്നത്. പക്ഷെ അത് കണ്ട് ശിഷ്യന്മാർ പേടിച്ചു പോയി. പക്ഷെ യേശു ഇറങ്ങി വന്നപ്പോൾ ഇതിന്റെ മുകളിൽ കൂടിയാണ് വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കും പ്രാർത്ഥനയുടെ മലയിൽ കയറി ആ ലെവലിൽ കയറുവാൻ കഴിഞ്ഞാൽ, ആത്മതലങ്ങൾ കയറുവാൻ കഴിഞ്ഞാൽ, നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഈ കാറ്റിന്റെ മുകളിൽ കൂടിയായിരിക്കും വരുന്നത്, ഈ തിരമാലയുടെ മുകളിൽ കൂടിയായിരിക്കും വരുന്നത്. അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. ജീസസ്. ഹല്ലേലൂയ. ജീവിതത്തെ മാറ്റിമറിക്കുന്ന വരാൻ പോകുന്ന നാളുകളിൽ ശക്തമായി യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന തക്കവണ്ണം തെരഞ്ഞെടുക്കുന്ന പാത്രങ്ങളായി മാറുവാൻ, മഹത്വത്തെ ചുമക്കുന്ന പാത്രങ്ങളായി മാറുവാൻ, ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുവാൻ ആർക്ക് ആർത്തിയുണ്ട്? ആർത്തിയുണ്ട്. ജീസസ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മറക്കണ്ട. ഹല്ലേലൂയ. സാധാരണ ലെവലിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ വലിയ പ്രയാസമുള്ള നാളുകളാണ്, വലിയ പ്രയാസം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പൗലോസിന്റെ കയ്യാൽ അസാധാരണമായ രീതിയിൽ പ്രവർത്തികൾ നടന്നു. അതെ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മല കയറുമ്പോൾ സാധാരണ തലം മാറി അടുത്ത ലെവലും മാറി അസാധാരണമായ തലത്തിലേക്ക് കയറപ്പെടും. ആത്മതലങ്ങളിൽ കയറും. അങ്ങനെ ആത്മതലങ്ങൾ കയറുന്നെന്ന് കാണുമ്പോൾ പിശാചിന് ഭയങ്കര പിണക്കവും വൈരാഗ്യവും ഒക്കെ വരും. ഒടുവലത്തോടെ കാറ്റടിപ്പിക്കും. പക്ഷെ ഭയപ്പെടാതെ ഉറച്ചു നിന്നാൽ നിങ്ങൾ ആത്മതലം കയറിയിരിക്കും. പുറകോട്ട് പിടിക്കാനുള്ള സകല പണികൾ ഒപ്പിച്ചുകൊണ്ട് വരും. പതറിപ്പോകരുത്, ചെതറിപ്പോകരുത്. ഉറച്ചു നിൽക്കണം, ധൈര്യത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. കർത്താവ് കൂടെ നിൽക്കും. ഹല്ലേലൂയ. യേശു പറഞ്ഞ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ചെയ്തതിലും അധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളും ഇതുപോലെ പ്രാർത്ഥനയുടെ മല കയറി ഇറങ്ങി വരുമ്പോൾ ഈ പ്രതികൂലത്തിന്റെ മുകളിൽ കൂടെ നടക്കണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നാളുകളിൽ, വരാൻ പോകുന്ന നാളുകളിൽ ഇതെല്ലാം ശക്തമായി വെളിപ്പെടേണ്ടതാണ്. ജീസസ്. ശക്തമായി. ചൂടാറവര, ഹടകാറവര. നമുക്കറിയാം, പിശാചിന് കുറെ നാളുകളെ മുന്നിലുള്ളൂ എന്ന് കണ്ടുകൊണ്ട് അവൻ വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുകയാണ്. ജീസസ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവജനം ഇത് കണ്ടിട്ട് അവരും ഒരു വൈരാഗ്യത്തോടെ പ്രാപിക്കുവാൻ ഏൽപ്പിച്ചാൽ, യേശു ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കണം. അപ്പുറത്ത് വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തലമുറകളൊക്കെ നശിച്ചു പോകുന്ന ഒരു വല്ലാത്ത കാലം. എന്നാൽ മറുവശത്ത് ചുരുക്കങ്ങളിലെ കർത്താവ് തിരഞ്ഞെടുത്ത് ശക്തമായി സാധാരണക്കാരേക്കാൾ വലിയ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അങ്ങനെയുള്ള യൗവനക്കാർ പിള്ളേരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് കാണുവാനിടയാകുന്നുണ്ട്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. തലമുറകളെ പുറകോട്ട് പിടിച്ച് മന്ദീഭവിപ്പിച്ച് ആത്മദാഹമില്ലാതെ ഹല്ലേലൂയ ആത്മീയമായി മുന്നേറണമെന്നോ
ഒരു ആർത്തിയില്ലാതെ, പ്രാർത്ഥിപ്പിക്കാതെ, ബൈബിൾ വായിപ്പിക്കാതെ, ചടങ്ങാക്കി അവരെ പുറകോട്ട് വിളിച്ച് ഭാവിയെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ പോരാടുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ജീസസ്. മാതാപിതാക്കൾ പ്രാർത്ഥനയുടെ മല കയറി മക്കൾ തലമുറകൾക്ക് വേണ്ടി മല്ലുപിടിച്ചെങ്കിലേ അവർ ദൈവകൃപയിൽ നിൽക്കത്തുള്ളൂ. പറയുള്ളവരെ മറക്കണ്ട. മാതാപിതാക്കളുടെ കൂടെ തന്നെ മക്കളും പറന്നു പോകുവാൻ തക്കവണ്ണം മാതാപിതാക്കൾക്ക് ഒരു ആർത്തി ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളാരും കൈവിട്ടു പോകാതെ കർത്താവിന്റെ വരുവെങ്കിൽ ആരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടേണ്ടതിനായി അവരെ ഓർത്ത് നമുക്ക് ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാം. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ഓ ശബരമനഘമലഘടകമറത്തു രക്ഷമലഘടക അന്തരഘടകരകതിരേറകരെ അജനകരാധികലസ്തരഘടകരകന്തൽപ്രവലകസ്സേ അക്ഷരപ്രവലകരൈടേറവരെ നാളുകൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തികൾ കണ്ടിട്ട് കർത്താവ് ഒരു ന്യായവിധി അയക്കാൻ പോവുകയാണ്. കുടിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്. ജീസസ്, ഹല്ലേലൂയ. റൂഡാറവല ഹറകാരാജ അജലവരാജക റസ്തനവതുരെ ബൗഡവരക്ഷി ബൗദക്കറുമന അർഘനെ നികതരെ ഹംദരെ ദുലകട ഘടകര കതിര ഹത്തുര വധുരെ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. നമുക്കറിയാം കസേരയുടെ പുറകോട്ട് ചാടിയിരിക്കുന്ന ഭാഗം അതിങ്ങോട്ട് മടക്കി വെച്ചിട്ട് മുഴുവൻ മടക്കിയിട്ടില്ല, പകുതി ഭാഗം നിർത്തിയില്ല. അതിൻ്റെ അർത്ഥം ആ കസേരയിലെ വ്യക്തിയെ ഇരുത്തത്തിന്. ജീസസ് എങ്ങനെ എങ്ങും ഒന്ന് ഇരുത്താതെ, ഒരു സ്വസ്ഥത കൊടുക്കാതെ, സമാധാനത്തോടെ ഇരുത്താതെ പോരാടി നിൽക്കുന്ന പോരുകൾ ചിലരോടുള്ളതെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അടവനവടവന വക്ഷപ്രവനകനം ക്ഷേറവരെ അജനാറകനാ ഹസ്തല വധുരേ റൗഷേ റമരേ ഹന്തല വധുരേ ബൗഡേ റമരേ ഹടകര ഹസ്തിര ഹന്തൽ പ്രവരകസ് റോവൽ കറുവര വർഷി വരാഹി വരസിരി വെതുക്കവര ഏതകരസ്തര ഹന്തല പ്രവരക റൈഡാറവര അടകാരികര അജരാരാജ അജരാരാജ രഗതരഗതരെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. നീവക്ഷമനെ ഹസ്തേ നിവരെ അന്തല വധുരേ ബൗഡേ റവരെ ഉടര രഗര ഹടക നികതര ഔഡാറവര അടകര ഘടക അടകാരിവരെ. നാളുകളായി വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവാത്മാവ് കാണുകയാണ്. നാളുകളായി വീൽ ചെയറിലിരിക്കുക. പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ആ ഇരിപ്പിലാണെങ്കിലും പ്രാർത്ഥനയുടെ മല കയറുവാൻ ആർത്തിയുണ്ടോ? ആർത്തിയുണ്ടോ? നിങ്ങളെ അവിടെ എഴുന്നേൽപ്പിച്ചു കൊടുക്കുന്ന ദൈവാത്മാവ് ഇടപെടുകയാണ്. കർത്താവിൽ നിന്ന് പലപ്പോഴും നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മളൊരു വില കൊടുക്കാൻ തയ്യാറാകണം. ഒരു വില കൊടുക്കാൻ തയ്യാറാകണം. കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പലതും ചെയ്യും. പക്ഷെ ചില കാര്യങ്ങളിൽ ആ വിടുതലിന് വേണ്ടി ഒരു വില കൊടുക്കാൻ തയ്യാറായാൽ ആരെ കർത്താവിനെ എഴുന്നേൽപ്പിച്ചു വിടും. ഷനഹനഹസി അസത്തമനഘടകപരാന്തരകടകരഹസ്തേലിവരെ ബൗഡേറവരെ അതിരവരുക്ഷേ ബൗറേറവരെ അജവനവക്ഷപ്രമനകനംശേറവരെ അന്തൽകരാധികര ദിഗര ജഗര ഹാര ഹറകര അജര രാജ അന്തൽ കടികെ ഹടികെ ഇവരെ. Thank you, Holy Spirit. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ,
നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. രാത്രിയാമങ്ങളിൽ ഒരു വ്യക്തി ഒരു ശബ്ദം കേൾക്കുമ്പോൾ താൻ തിരിച്ചു ചോദിക്കും, ആരാ ആരാ? പിന്നെ എനിക്കൊന്നും കേൾക്കുക. പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ തിരിച്ചൊന്ന് പറഞ്ഞേ, യേശുവേ ആടിയനിതാ, ആടിയനോട് അരുളി ചെയ്യണമേ. തിരിച്ചു പറഞ്ഞ പലപ്പോഴും ശബ്ദം കേട്ട് പേടിച്ചിരിക്കുക. കാരണം തിരിച്ചറിയാൻ കഴിയുന്നില്ല, വിശാലാണെന്ന് വിചാരിക്കും. ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. നാലാം വ്യാപത്തിൽ ഇറങ്ങി വരുന്ന കർത്താവേ, റോഷിയേറവരെ ഹത്തുരേറികന്തരെ ധീരക്ഷവാരകാരികതരാധിയ അച്ചലക്ഷരഘടഘടകരഹം തൽഘടക അർത്ഥപ്രവരക റൈഡേറുവരെ റൗഡേറവരെ ഹന്തന മധുരേ ഔഷാരവര മർഖാരവര മറുകാരാജ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഓ താങ്ക് യു ജീസസ്. സുരവക്ഷൈരപ്രവരകരം ശിവരക്കവരേതക രാജകരം തൽഘടക കർത്താവിന്റെ മഹത്വം കാണുവാൻ എത്ര പേർക്ക് ആർത്തിയുണ്ട്. പോരാടി പ്രാർത്ഥിക്ക്. യേശുവിന്റെ മഹത്വം നിങ്ങൾ മുമ്പിൽ വെളിപ്പെടുത്തും. നന്ദി പരിശുദ്ധാത്മാവേ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ലങ്സിന് പ്രയാസമുള്ള, ലങ്സിന് രോഗം ബാധിച്ചിരിക്കുന്ന ആരെയും ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ജീസസ്. പോരാടി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥനയുടെ മല കയറാമോ? നിങ്ങൾ ഇറങ്ങി വരുന്ന സൗഖ്യവുമായിട്ടായിരിക്കും. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. നന്ദി പരിശുദ്ധാത്മാവേ. Thank you, Holy Spirit. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന, അല്ലെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ആരോ ഒരാൾക്ക് കുഞ്ഞിനെ തരുവാൻ എന്റെ കർത്താവ് നിങ്ങളെ തൊടുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്വീകരിച്ചു. യേശു നിങ്ങളെ തൊടുകയാണ്. യേശു, ഞാൻ ഈ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് ഒരു സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്.
തടഞ്ഞു വച്ചിരിക്കുന്ന ആ പോരാട്ടം അവിടെ അഴിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ, in the mighty name of Jesus. Thank you, Holy Spirit. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കും. കർത്താവേ, ആരാധനയ്ക്ക് ശേഷം പിന്നെയും ഞങ്ങളുടെ സന്നിധിയിൽ തിരുവചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വം കാണുവാനിടയായതിനായി സ്തോത്രം. അങ്ങയുടെ ആലോചനകൾക്കായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആത്മതലങ്ങൾക്കൊരു മാറ്റം വരട്ടെ. ഒട്ടനാകുന്നവൻ കാറ്റടിപ്പിക്കുമ്പോൾ, തിരമാലകളാക്കുമ്പോൾ അതൊന്നും കണ്ടു ഭയപ്പെടാതെ കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവെ അവരെ ബലപ്പെടുത്തണം. വിവിധങ്ങളായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഞെരുങ്ങുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരോടും കരുണ തോന്നണം. തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ പണിയണം. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഒരു അനുഗ്രഹമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. അടുത്തത് ഈ മെസ്സേജ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഹല്ലേലൂയ. കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.